അപ്പോൾ നമസ്കാരം. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അട്ടിക്കുന്ന എന്ന് പറഞ്ഞൊരു തേയിലയാണ്. മുരുകപ്പ ഗ്രൂപ്പുകാരുടെ അട്ടിക്കുന്ന തേയില. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അതിനകത്തുണ്ടായിരുന്നത് മയൂരയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത്. മയൂര SRDനെ കുറിച്ചാണ് വീഡിയോ ചെയ്തത്. മയൂര SRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കപ്പെട്ടവർക്കും അറിയാം, വളരെ ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു തേയിലയാണെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചേക്കണവർക്ക് വളരെ അറിയുന്നവരുണ്ട്. ഇപ്പം ഇതും അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് അട്ടിക്കുന്ന എന്ന് പറയുന്നത് മയൂരക്കാരുടെ തന്നെ സെക്കൻഡാണിത്. കാരണം വെച്ചാൽ മയൂരയുടെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെയിം അവരുടെ തന്നെ കമ്പനിയാണ് ഈ തേയില വരുന്നത്. മയൂരക്കാരുടെ തന്നെ കമ്പനിയാണ് ഈ മുരുകപ്പ ഗ്രൂപ്പ്. അതായത് മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ സ്ഥലം, വാൽപ്പാറ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പക്ഷേ അട്ടിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്കും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് വാൽപ്പാറയല്ല, അതിൻ്റെയൊക്കെ അഡ്രസ്സ് വേറെയാണ് വരുന്നത്. അപ്പോൾ ഇത് ചെന്നൈ തമിഴ്നാടാണ് കാണിക്കുന്നത്. മൂർ സ്ട്രീറ്റ് പാരിയഗ്രോ, മൂർ സ്ട്രീറ്റ് മാനുഫാക്ചറിങ്, ഉപ്പാട്ടി എന്ന് പറഞ്ഞ സ്ഥലം, ഡിസ്ട്രിക്ട് ഗുണ്ടല്ലൂർ എന്ന് പറഞ്ഞാൽ നീലഗിരിയാണത്. ഇത് നീലഗിരീസ്. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു തേയില തന്നെയാണ് ഈ അട്ടിക്കുന്ന എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് 10-15 വർഷം എന്നുവെച്ചാൽ അതിൽ കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ഈ കടകളിൽ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ തേയില ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട്, അട്ടിക്കുന്ന തേയില തരാകുള്ളൂ. പിന്നെ മയൂരക്കാരുടെ ഈ ചേട്ടന്മാരാണ് ഇവർ ചെയ്യുന്നത് ഈ ഓരോ ബ്രാൻഡ്. അപ്പോൾ ഈ തേയില എന്ന് പറയുമ്പോഴത്തേക്കും ഈ മയൂരക്കാരുടെ എന്ന് പറയുന്നത് ഇത് പാരിയഗ്രമാണ്. ഇതിനകത്ത് ഈ ഒരു വള്ളിയിൽ വരും അതിനകത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മയൂര ചെയ്തതിനകത്ത് അതിൻ്റെയും ഈ പറഞ്ഞൊരു ഈ വള്ളിയിൽ പാരി അഗ്രോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇത് പഞ്ച് ചെയ്തിട്ടുണ്ട്. പാരി അഗ്രോക്കാരുടെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ കടക്കാർ നമ്മളോട് ചോദിച്ച് വാങ്ങിക്കുമ്പോഴത്തേക്കും അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയൂരയുടെ ഈ മയൂരയും അട്ടിക്കുന്നേയും മാത്രമേ ഉള്ളൂ. ചിലർക്ക് സംശയമാണ് മയൂര മാത്രമേ ഉള്ളൂ, മയൂര കമ്പനിക്ക് മുരുകപ്പ ഗ്രൂപ്പുകാർക്ക് മയൂര മാത്രമേ ഉള്ളൂ എന്നൊരു ഡൗട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അല്ല അവർക്ക് അട്ടിക്കുന്നുണ്ട്, ഷെയ്ക്കിൽ മുടിയുണ്ട്, കടമനുണ്ട്, കരോളിനുണ്ട്, പിന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ അനുസരിച്ച് ക്വാളിറ്റിയിൽ നല്ല നല്ല വ്യത്യസ്തമായുള്ള ഓരോന്നിനും ഓരോ പ്രത്യേക ടേസ്റ്റാണ്. ഈ ലൂസ് ചായ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലതിന് കടുപ്പമായിരിക്കും കൂടുതൽ, ചിലതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുപ്പ കുറവും, നല്ല ചായ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത്രയ്ക്ക് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയാണ് ഈ കമ്പനിക്കാർ വിപണിയിൽ ഇറക്കുന്നത്. അട്ടിക്കുന്ന ഈ ലൂസ് തേയിലയാണിത്. ഹോൾസെയിലായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ നമ്മൾ കടകളിലാണ് ഇത് സപ്ലൈ ചെയ്യണം. അപ്പോൾ കടകളിൽ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കടക്കാരോട് ചോദിക്കാം. നിങ്ങൾ വാങ്ങിക്കുന്ന ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോയി മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഈ ലൂസ് തേയില എന്ന് പറയുന്നത് അട്ടിക്കുന്ന തേയില ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം. അപ്പോൾ വില കാര്യങ്ങളൊക്കെ വരുന്നത് കുറവായിരിക്കും. നിങ്ങൾ സാധാരണ തേയില വാങ്ങിക്കുന്നതിനെ അപേക്ഷിച്ചൊക്കെ പാക്കറ്റ് തേയില വാങ്ങിക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച് നിങ്ങൾ ഈ തേയിലയൊക്കെ ലൂസ് മേടിച്ചിട്ട് ഇത് തന്നെയാണെന്ന് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ഈ ലൂസ് തേയിലയാണെങ്കിൽ നിങ്ങളതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. പാക്കറ്റ് തേയില മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വിലയിലും വ്യത്യാസം ഉണ്ടാകും, ക്വാളിറ്റിയും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ നല്ല ക്വാളിറ്റിയുള്ളൊരു തേയില തന്നെയാണ് ഈ അട്ടിക്കുന്ന. മയൂരക്കാരുടെ തന്നെ സെയിം കമ്പനിക്കാരുടെ തന്നെയാണ്. മയൂരയുടെ സെക്കൻഡായിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.